എല്ലാവർക്കും നമസ്തേ. ടീച്ചറമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീരാമചന്ദ്രനും സീതാദേവിയും കുശനും ലവനും എല്ലാവരും ഒന്നിച്ച് അയോധ്യയിലേക്ക് പോകുന്ന ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ശ്രീരാമൻ സകലരുടെയും അഭിപ്രായത്തോടും സ്വന്തം ഇഷ്ടത്തോടും സീതയെ പരിഗ്രഹിച്ച് വിമാനത്തിൽ അയോധ്യയിലേക്ക് തന്റെ പുത്രന്മാരോടൊപ്പം പോയി. ലക്ഷ്മണാദികൾ പിന്നാലെ ചെന്നു. കൗസല്യാദികൾ യഥോചിതം സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിച്ചു. ആ സമയത്ത് അശ്വമേധ യാഗം നടത്താനിരിക്കുകയല്ലേ. അപ്പൊ ഈ യാഗം നടത്തുമ്പോൾ ശ്രീരാമചന്ദ്രന്റെ ഇടതുവശത്ത് സീതാദേവി ഇരിക്കണം. ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്നാണ് ഈ യാഗങ്ങൾ നടത്തേണ്ടത്. അപ്പൊ ആ സമയത്ത് സീതാദേവി ഇവര് യാഗം നടത്താൻ തീരുമാനിച്ചിരുന്നപ്പോ സീതാദേവി ഇല്ല. അതുകൊണ്ട് സീതാദേവിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരുന്നു. ഏതായാലും ഇവരെല്ലാവരും അയോധ്യയിലേക്ക് എത്തിയത് കൊണ്ട് സീതാദേവിയുടെ പ്രതിമ എടുത്ത് മാറ്റി. പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ശരിക്കുള്ള സീതാദേവി ശ്രീരാമനോടൊപ്പം അശ്വമേധയാഗത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം അയോധ്യയില് വളരെ ഐശ്വര്യപൂർണമായ ഒരു ഭരണം ശ്രീരാമൻ കാഴ്ചവെക്കുകയും ചെയ്തു. ജനങ്ങളൊക്കെ വളരെ സന്തുഷ്ടരായി. തൻ്റെ പുത്രന്മാരും ഒത്തുണ്ട്. അവരോടുകൂടി ശ്രീരാമനും സീതയും സന്തോഷത്തോടുകൂടി അയോധ്യയിൽ വസിക്കുകയായിരുന്നു. ആ ഘട്ടത്തില് ശ്രീരാമൻ കാളിന്തി തീരത്തുള്ള മധുവനത്തിലെ ദുർഗമം എന്ന മഹാരാജനിൽ മധു എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരനെ മുനിമാരുടെ ഇഷ്ടത്തിനനുസരിച്ച്, മുനിമാരുടെ ആഗ്രഹം അനുസരിച്ച് ശ്രീരാമൻ അവിടെ ചെന്ന് അയാളെ വധിച്ചു. കാരണം എപ്പോഴും ഈ മഹർഷിമാരും മുനിമാരും തപസ് ചെയ്യുമ്പോഴോ യാഗം നടത്തുമ്പോഴോ അസുരന്മാരെപ്പോഴും അതിന് തടസ്സം നിന്നിരുന്നു. ദേവന്മാരെ പ്രീതിപ്പെടുത്തി ഇവർക്കൊക്കെ എന്തെങ്കിലും സാധിക്കാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ദേവലോകം തന്നെ കിട്ടണം, അല്ലെങ്കിൽ വിഷ്ണുപദം പ്രാപിക്കണം എന്ന് വിചാരിച്ചായിരിക്കും മുനിമാരൊക്കെ യാഗം ചെയ്യുന്നത്. എന്നാൽ ആ യാഗത്തെ തടസ്സപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരുടെ തപസ്സിനെ തടസ്സപ്പെടുത്താൻ എപ്പോഴും രാക്ഷസന്മാർ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് രാക്ഷസകുലത്തെ മുഴുവൻ ശ്രീരാമന് വധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്ന്. അപ്പൊ അതുപോലെ ഇവിടെ അയാളെ മധുവനത്തിൽ ചെന്ന് അയാളെ ആ അസുരനെ നിഗ്രഹിച്ചു. എന്നിട്ട് വീണ്ടും അദ്ദേഹം അയോധ്യയിൽ വന്ന് വളരെ അസൂയാവഹമായ ഒരു കുടുംബ ജീവിതവും ഒരു രാജഭരണവും ശ്രീരാമൻ കാഴ്ചവെച്ചു. ഇത് കണ്ടപ്പോ കൈകേയിക്ക് അസൂയായി. സ്ത്രീയല്ലേ. സീതാദേവി അയോധ്യയിലെ രാജ്ഞിയായിട്ട് വസിക്കുന്നതും ഒക്കെ കണ്ടപ്പോ കൈകേയിക്ക് ആകപ്പാടെ അസൂയ ഉണ്ടായി. ഈ കൈകേയി ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ വനത്തിൽ വേട്ടയാടാൻ പോകുന്ന സമയത്ത് സീതയുടെ അടുത്ത് ചെന്നു. ലങ്ക എങ്ങനെ ഉണ്ടായിരുന്നു, രാവണൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പം രാജമാതാവിനെ പിടക്കാൻ പാടില്ലല്ലോ. അപ്പം സീതാദേവി എങ്ങും തൊടാതെയൊക്കെ സംസാരിച്ചു. പറഞ്ഞു, രാവണന്റെ ഒരു പടം വരച്ചതാ, രാവണൻ എങ്ങനെ ഇരുന്നു, രാവണന്റെ ഒരു പടം വരച്ചതാ. അപ്പൊ ആദ്യം ഒന്നും സീത സമ്മതിച്ചില്ല. സീത പറഞ്ഞു, എനിക്കറിയില്ല എങ്ങനെ ഇരുന്നു. അത് പറ്റത്തില്ല, നിനക്കറിയാം, നീ കണ്ടിട്ടില്ലേ, നീ ഒരു പടം വരച്ചതാ എന്ന് പറഞ്ഞ് കൈകേയി നിർബന്ധപൂർവം സീതയെ കൊണ്ട് രാവണന്റെ പടം വരപ്പിച്ചു. അത് ഏതിലാണ് പഠിപ്പിച്ചതെന്നറിയാമോ? ഈ പൂജക്കിരിക്കുമ്പോ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പലകയിലാണ്. പീഠമല്ല, അത് ഇരിപ്പു പലക എന്നാ അതിന് പറയുന്നത്. ആ ഇരിപ്പു പലകയില് രാവണന്റെ 10 തലയുള്ള രാവണന്റെ പടം ഈ ഇളയമ്മയുടെ നിർബന്ധപ്രകാരം സീത വരച്ചു. അപ്പൊ ഇത് അന്തപുരത്തിൽ കൊണ്ടുപോയി എല്ലാരെയും കാണിക്കാമെന്നും പറഞ്ഞ് കൈകേയി അത് എടുത്തോണ്ട് പോവുകയും ചെയ്തു. കൈകേയി അത് എടുത്തോണ്ട് പോയതിന് ശേഷം എന്ത് ചെയ്തു എന്നറിയാവോ? ശ്രീരാമൻ നായാട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഈ ചിത്രമുള്ള ധ്യാനം, കുളിച്ച് ശുദ്ധനായി ധ്യാനം ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് ഈ ഇരിപ്പു പലക കൊണ്ടുവന്ന് കൊടുത്തു. ഈ ഇരിപ്പു പലക കണ്ടപ്പോ രാവണന്റെ പടം വരച്ചു. ഇത് ആര് വരച്ചു? അത് സീതയാണ് വരച്ചത്. അവള് സാധാരണ ലങ്കയെ പറ്റിയും രാവണനെ പറ്റിയൊക്കെ പ്രശംസിച്ച് പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് വളരെ കോപാകുലനായി.
ശ്രീരാമൻ കോപാകുലനായിട്ട് സീതയെ ചിത്രവധം ചെയ്യാൻ ആജ്ഞാപിച്ചു. അപ്പോ ശ്രീരാമന്റെ ആജ്ഞകളെല്ലാം കേൾക്കുന്ന ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ സീതയെ കൊണ്ടുവന്ന് ശ്രീരാമന്റെ മുമ്പിലിരുത്തി ചിത്രവധം ചെയ്യാനായിട്ടാണ്. ചിത്രവധം ചെയ്യാന്ന് പറഞ്ഞാൽ കഴുത്തറുത്ത് കൊല്ലുക എന്നുള്ളതാണ്. ഇപ്പൊ രാവണനെ പറ്റി ഇത്രയും പ്രശംസിച്ച് പറഞ്ഞു, ലങ്കയെ പറ്റി പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ കൈകൈ പറഞ്ഞപ്പോൾ വീണ്ടും ശ്രീരാമൻ കോപാകുലനായിട്ട് സീതയെ ചിത്രവധം ചെയ്യാൻ കൊണ്ടുവന്ന് ശ്രീരാമന്റെ അടുത്ത് ഇരുത്തി. അങ്ങനെ ലക്ഷ്മണൻ സീതയെ തറയിൽ പിടിച്ചിരുത്തിയ ഉടനെ സീതയുടെ മാതാവായ ഭൂമിദേവി പ്രത്യക്ഷപ്പെടുകയും ഭൂമി രണ്ടായി പിളർന്ന് സീതയെ ആ ഗോപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അതോടുകൂടി ശ്രീരാമൻ കൂടുതൽ ശോകമൂകനായി. അദ്ദേഹത്തിന് മാനസികമായിട്ട് പ്രയാസമില്ലേ, ഇളയമ്മയുടെ വാക്ക് കേട്ട് ചെയ്തതാണെങ്കിലും മാനസികമായിട്ട് ഒരുപാട് പ്രയാസമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അയോധ്യയിൽ ഒരുപാട് ദുർനിമിത്തങ്ങൾ ഉണ്ടായി. നമ്മൾ പറയില്ലേ, അവര് പോയതോടെ ഇവിടുത്തെ ഐശ്വര്യം പോയി എന്ന് പറയും പോലെ ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഒരു ദിവസം അതുവരെ അയോധ്യയെ കാണാത്ത ഒരു ദിവ്യ മുനി അവിടെ വന്നു. ആ ദിവ്യ മുനി വന്നിട്ട് ശ്രീരാമനോട് പറഞ്ഞു, എനിക്ക് രഹസ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് വേറെ ആരും കേൾക്കാൻ പാടില്ല, ഒരു മനുഷ്യർ അതിനകത്തോട്ട് കടന്നു വരാൻ പാടില്ല. അങ്ങനെ ആരും കടന്നു വരില്ല എന്ന് ഉറപ്പാക്കി. അത് ശ്രീരാമനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. ആരും സത്യം ചെയ്യിച്ചു, നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആരും കയറി വരാൻ പാടില്ല എന്ന്. അത് കേട്ട് അപ്പൊ ശ്രീരാമൻ അത് സമ്മതിച്ചു. ലക്ഷ്മണനെ കാവൽ നിർത്തി. ആരും കയറി വരാതിരിക്കാൻ ലക്ഷ്മണനെ കാവൽ നിർത്തുകയും ചെയ്തു. അങ്ങനെ കാവൽ നിന്ന് ഇവര് ഒരു ഏകാന്തമായ സ്ഥലത്തിരുന്ന് സംഭാഷണം ആരംഭിച്ചു. ആരും അകത്ത് കടരുതെന്ന് പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ സനകാദി മുനികൾ അവിടെ വന്നിട്ട് പറഞ്ഞു, ശ്രീരാമനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇപ്പൊ പോകില്ല, ശകലം നേരം കാത്തു നിൽക്കണം. അപ്പൊ പറഞ്ഞു, ഇല്ല, ഞാൻ ശപിച്ചാൽ ഈ രാജകുലം തന്നെ നശിക്കും, എനിക്കിപ്പൊ തന്നെ കാണണം എന്ന് പറഞ്ഞു. ഒരു നിവർത്തിയില്ല. ലക്ഷ്മണൻ നേരെ അവരുടെ രഹസ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് ചെന്നു. സത്യം പരിപാലിക്കാൻ വേണ്ടി ശ്രീരാമൻ അപ്പൊ തന്നെ ലക്ഷ്മണനെ പരിത്യജിച്ചു. പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ഒന്നുകെ കൊല്ലണം, അല്ലെങ്കിൽ പരിത്യജിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പരിത്യജിച്ചു. അത് കഴിഞ്ഞ് ശ്രീരാമൻ വെളി വന്ന് നോക്കിയപ്പം സനകാദി മുനികളും ഇല്ല, ആരുമില്ല. അകത്തിയെന്ന് നോക്കിയപ്പോ ദിവ്യ മഹർഷിയും ഇല്ല. അപ്പോ ശ്രീരാമന്റെ ജീവിത കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് ഭൂമിയിൽ വസിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് തിരിച്ച് വിഷ്ണു ലോകത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. അവതാര കാര്യം കഴിഞ്ഞതിന് ശേഷം ശ്രീരാമനെ തിരിച്ച് വിഷ്ണു ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടി ബ്രഹ്മാദികൾ എല്ലാരും കൂടെ കാലനെയും ദൂതന്മാരെ അയച്ചതാണ്. അപ്പൊ ശ്രീരാമനാണെങ്കിൽ സീത പോയി, ലക്ഷ്മണനും പോയി. അതോടുകൂടി ശ്രീരാമൻ ദുഃഖത്തിലായി. നേറി അദ്ദേഹം ഇനി തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ശ്രീരാമൻ അതിന് തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് അദ്ദേഹം തീരുമാനം എടുത്തിട്ട് ആത്മാവിനെ ത്യജിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സരയൂ നദിയിലേക്ക് പോയി. ആശ്രിതന്മാരെല്ലാം അദ്ദേഹത്തെ പിന്തുടർന്നു. ഇരു കരകളിലും നിറയെ പുരുഷാരവം തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമനും അദ്ദേഹത്തിന്റെ അനുഗാമികളും കൂടെ സരയൂ നദിയുടെ ആഴമേറിയ കയത്തിലേക്ക് മുങ്ങി മരിച്ചു. ഈ രണ്ട് കരകളിലും കാത്തുനിന്ന പുരുഷാരവം എല്ലാം വാവിട്ട് നിലവിളിച്ചു. പക്ഷേ ഭഗവാന് ഭൗതിക ശരീരം ഉപേക്ഷിച്ച ആത്മാവിനെ വൈകുണ്ഠത്തേക്ക് പോകേണ്ട സമയമായി കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം മുങ്ങി മരിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആശ്രിതന്മാരായിട്ടുള്ളവരുമായിട്ട് മുങ്ങി മരിച്ചു. ഇപ്പൊ നമ്മള് രാമായണത്തിന്റെ കുറെ ഭാഗങ്ങൾ എല്ലാം നമ്മൾ കവർ ചെയ്തു എന്ന് പറയാൻ പറ്റൂല.
എന്നാലും കുട്ടികൾക്ക് കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ചുരുക്കി ടീച്ചറമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലിനി എന്തെല്ലാം സംശയങ്ങളുണ്ടോ ആ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അതിൻ്റെ മറുപടിയായിട്ട് ടീച്ചർ കാര്യങ്ങൾ എനിക്കറിയാവുന്നത് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ഇനി മഹാഭാരതം എന്ന് പറയുന്ന ഭീമമായ കഥ, വലിയ കഥ എപ്പിസോഡുകളായിട്ട് ടീച്ചറമ്മ പറഞ്ഞു തരാം.